കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. തൃക്കേട്ട നക്ഷത്രം. തൃക്കേട്ട നക്ഷത്രത്തിന്റെ ദശാനാഥൻ ബുധനാണ്. ഇവർ പൊതുവെ നല്ല ആരോഗ്യമുള്ളവരും ചൈതന്യമുള്ള മുഖശ്രീയോടുകൂടിയവരൊക്കെ തന്നെ ആയിരിക്കും. ഇവരുടെ ദശാനാഥൻ ബുധനായതുകൊണ്ട് ബുധദശ കഴിഞ്ഞാൽ പിന്നെ കേതുർദശയാണ്. കേതുർദശ കഴിഞ്ഞാൽ പിന്നെ ശുക്രദശയാണ്. 20 വർഷമാണ് ശുക്രദശ. അത് കഴിഞ്ഞാൽ പിന്നെ ശുക്രൻ കഴിഞ്ഞാൽ പിന്നെ ആദിത്യനാണ് 6 വർഷം. ആദിത്യൻ കഴിഞ്ഞാൽ പിന്നെ 10 വർഷത്തോളം ചന്ദ്രനാണ്. ചന്ദ്രൻ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഒരു വ്യത്യാസം നമുക്ക്, അതായത് ആദ്യം ജനനം തന്നെ ബുധനായതുകൊണ്ട് ഈ ജനന സമയത്ത് ഇവർക്ക് കുറച്ച് അരിഷ്ടതകൾ ഉണ്ടാകുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആ ദശാകാലങ്ങളിൽ വരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ നോക്കാം. ഇവർക്ക് പൊതുവെ നല്ല ആരോഗ്യമുണ്ട് എങ്കിൽ തന്നെയും എപ്പോഴും കൂടെ ഇവർക്ക് പനി ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പനി, പീനസം, ജലദോഷം, എപ്പോഴും മൂക്കിന് ജലദോഷം ഉണ്ടാവുക, മൂക്കിൽ ദശ വളരുക. പിന്നെ ഈ മൂക്കിൽ എപ്പോഴും ജലദോഷം വരുന്നത് തന്നെ ഈ മൂക്കിൽ ദശ വളരുന്നതുകൊണ്ടാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ, നീരിളക്കം, ജലദോഷമായിട്ട് നീരിളക്കം ഉണ്ടാവുക, മൂക്ക് വാർച്ച, എപ്പോഴും മൂക്കിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക, ദേഹകമ്പനം, ദേഹത്ത് എപ്പോഴും ഇങ്ങനെ ഭയങ്കര ചൂടാണ് ദേഹത്ത്, ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ട് ശ്വാസം മുട്ടൽ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, ഏകാഗ്രത കുറവ്, എന്ത് ചെയ്യുമ്പോഴും അതിലൊരു ഏകാഗ്രതയില്ലായ്മ അതുണ്ടാവുക, ആത്മവിശ്വാസം ഇല്ലാതിരിക്കുക, മലബന്ധം ഉണ്ടാവുക, ഗുഹ്യ രോഗങ്ങൾ ഉണ്ടാവുക, ഇങ്ങനെ ജടിലമായ പല രോഗങ്ങളും കണ്ടുപിടിക്കപ്പെടാം. അതിന് നമ്മൾ പരിഹാരമായിട്ട് ചെയ്യേണ്ടത് ധന്വന്തരമൂർത്തി ക്ഷേത്രത്തിൽ പോയിട്ട് ധന്വന്തര സ്വാമിക്ക് ധന്വന്തരനെ വഴിപാട് ചെയ്ത് ധന്വന്തര പൂജയും ചെയ്ത് ധന്വന്തര കഷായവും സേവിച്ച് ബ്രാഹ്മണർക്ക് പായസ സമേതം അന്നദാനം നടത്തി കടലാടി ചേർത്ത് ഹോമം ചെയ്യാം. ഭഗവാന് ഹോമം ചെയ്യുമ്പോൾ കടലാടി ചേർത്ത് ഹോമം ചെയ്യാം. ഇതൊക്കെ പരിഹാരങ്ങളാണ്. 18-നും 26-നും മധ്യേ പലവിധത്തിലുള്ള പ്രയാസങ്ങളും ജീവിത വൈഷമ്യങ്ങളൊക്കെ ഇവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരാറുണ്ട്. ശത്രുക്കളോടുള്ള പ്രതികാര പ്രവർത്തനങ്ങളൊക്കെ ഇവർക്ക് വളരെ പ്രാധാന്യം, അതിന് വലിയ കർമ്മത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ്. ശത്രുക്കളോടുള്ള ദോഷം തീർക്കാനും ശത്രുക്കളെ ഇത് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പം അതുകൊണ്ട് ഈ നക്ഷത്രത്തിൽ വരുന്ന ആളുകളുടെ ഈ രോഗത്തിന് നമ്മൾ നമ്മുടെ ജാതകം പരിശോധിച്ച് അതിൽ ദശാനാഥൻ എങ്ങനെയാണ്, ഏത് ദശയിൽ ഏത് അപഹാരത്തിലാണ് എനിക്ക് ഈ പറയുന്ന രോഗം വരിക എന്നൊക്കെ നോക്കിയിട്ട്, ഇനി അതിനേക്കാൾ കൂടുതലായിട്ട് മറ്റേതെങ്കിലും രോഗങ്ങൾ എന്നെ ബാധിക്കുമോ എന്നൊക്കെ നോക്കുക. പൂർവ്വജന്മത്തിൽ ഞാൻ ഏതെങ്കിലും രോഗത്തിന് അടിമയായിരുന്നോ എന്നിവിടെ കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് വരിക. എന്നിട്ട് നിങ്ങൾ അതിന് പരിഹാരം കൂടെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് രോഗമുക്തി ഉറപ്പായിട്ടുണ്ടാകും.